തലശ്ശേരി പ്രസ് ഫോറവും പത്രാധിപർ ഇ.കെ. നായനാർ സ്മാരക ലൈബ്രറിയും തലശ്ശേരി ടൗൺ സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ ഏർപ്പെടുത്തിയ കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മാധ്യമ പുരസ്കാരം കൈരളി ടി.വി. കാസർഗോഡ് ബ്യൂറോ ചീഫ് സിജു കണ്ണന് ആരോഗ്യവകുപ്പ് മുൻ മന്ത്രി കെ ശൈലജ എം.എൽ.എ. സമ്മാനിച്ചു. 10,001 രൂപയും പ്രശസ്തി പത്രവും റബ്കോ രൂപകൽപ്പന ചെയ്ത ശില്പവുമാണ് പുരസ്കാരം. പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്രയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കാരായി ചന്ദ്രശേഖരൻ വിശിഷ്ടാതിഥിയായി. നവാസ് മേത്ര എഴുതിയ ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തക ചർച്ചയും നടത്തി. പുസ്തക ചർച്ചയുടെ ഉദ്ഘാടനവും ശൈലജ ടീച്ചർ നിർവഹിച്ചു. മാധ്യമ പ്രവർത്തനം കേരളത്തിൽ പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ചെല്ലുമ്പോൾ ചില കമന്റുകൾ കേൾക്കാറുണ്ട്, നിങ്ങളുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തനം അക്രമാസക്തമായിട്ട് മാറുന്നു എന്നുള്ളത്. അത് ഈ റേറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അധികവും വരുന്നത്. കൗതുകകരമായ വാർത്തകൾ ധാരാളമായിട്ട് പ്രചരിപ്പിക്കാൻ വേണ്ടി പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങൾ അപ്പോൾ അത് ചിലപ്പോൾ പർവ്വതീകരിച്ചായാലും കൊടുക്കുക എന്നത് വന്നു പോകുന്നുണ്ട്. ചിലപ്പോൾ അതിൽ മാധ്യമ പ്രവർത്തകരെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാധ്യമ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണത് എന്നാണ് ചിലപ്പോൾ നമ്മൾ കരുതുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് യഥാർത്ഥ വാർത്ത ജനങ്ങളിൽ എത്താതെ വരികയും ചിലപ്പോൾ നിഷ്കളങ്കരായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് മുറിവേൽക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള നിലയിൽ ചിലപ്പോൾ എനിക്കും അനുഭവത്തിലൊക്കെ വന്നിട്ടുണ്ട്. ചില വാർത്തകൾ ഇങ്ങനെ വളരെ പെട്ടെന്ന് പൊട്ടിമുളച്ച് ഇങ്ങനെ വരുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ മന്ത്രിയായിരുന്നപ്പോഴും അതിനുശേഷവും എല്ലാം ഞാൻ നേരിട്ട് ആ മാധ്യമ സ്ഥാപനത്തിൽ വിളിക്കും, അല്ല ഇങ്ങനെ ഒരു വാർത്ത പോകുന്ന കാണുന്നുണ്ടല്ലോ, അതിലെന്താ വസ്തുത, അത് ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയതാണ്, കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് വ്യക്തിപരമായിട്ടൊരു കാര്യമുണ്ട്. എൻ്റെ മകൻ കണ്ണൂർ എയർപോർട്ടിൽ ജോലി ചെയ്യുകയാണ്. ഒരു ദിവസം നോക്കുമ്പോൾ ഒരു മാധ്യമത്തിൽ ഫ്ലാഷ് പോകുന്നു, ഇത് നെപ്പോട്ടിക്സാണ്, ശൈല ടീച്ചറുടെ മകന് ഇങ്ങനെ നിയമനം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ ആ മാധ്യമക്കാരെ വിളിച്ചു. ഞാൻ പറഞ്ഞു, എവിടെ നിന്നാണ് ഈ വാർത്ത കിട്ടിയത്? എൻ്റെ മകൻ അവിടെ നിയമനം കിട്ടുന്നത് UDF മിനിസ്ട്രിയുടെ കാലത്താണ്. അവിടെ ഒരു പ്രത്യേക 3 പോസ്റ്റിലേക്ക് ഇൻ്റർവ്യൂ പരീക്ഷ ക്ഷണിച്ചപ്പോൾ ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് പരീക്ഷ നടത്തിയത്. അപ്പോൾ 3 ഡിപ്പാർട്ട്മെൻറ്റിൽ 3 പേരെ മാത്രമേ എടുക്കുന്നുള്ളൂ. അതിൻ്റെ ഹെഡായിട്ട് 3 പേരെയാണ് എടുക്കുന്നത്. എൻ്റെ മകനെ എണ്ടൊക്കെ കഴിഞ്ഞ ഒരു കുട്ടിയാണ്. അവനൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ പരസ്യം കണ്ടവൻ അപേക്ഷ കൊടുത്ത് പരീക്ഷ എഴുതി. പരീക്ഷ എഴുതിയപ്പോൾ അവൻ ഫസ്റ്റായിട്ട് വന്നു. അപ്പോൾ പിന്നെ നിയമിക്കാതെ തരവില്ലല്ലോ. എന്നിട്ടും ആ നിയമനം ഒഴിവാക്കാൻ വേണ്ടി ഒരു ചെറിയ ശ്രമം അണിയറയിൽ നടത്തിയിരുന്നു. എന്നോട് ഒരാൾ ചോദിച്ചു, ആളെ പേര് പറയുന്നില്ല, ഇത് വേറെ സമ്മർദ്ദമുണ്ട് എന്താ? ഞാൻ പറഞ്ഞു, നിങ്ങൾ സമ്മർദ്ദത്തിന് കൊടുത്തോളൂ, പക്ഷേ കോടതി പോകും അവൻ, കാരണം റിസൾട്ട് അന്ന് തന്നെ പബ്ലിഷ് ചെയ്തതാണ്. ഇത് പരീക്ഷ നടത്തിയ അന്ന് തന്നെ അതിൻ്റെ എല്ലാ രേഖകളും ഉണ്ട്. അപ്പോൾ ഞാനൊരു പ്രസ് മീറ്റ് നടത്തേണ്ടതായിട്ട് വന്നു ഈ വാർത്ത ഇങ്ങനെ പോയപ്പോൾ. കാരണം നമുക്ക് പറയാനുള്ളതും ജനങ്ങളോട് പറയണമല്ലോ. പക്ഷേ ആ പ്രസ് മീറ്റിൻ്റെ വാർത്ത മാധ്യമങ്ങൾ നന്നായിട്ട് കൊടുത്തു. അത് തമസ്കരിച്ചില്ല, ചിലപ്പോൾ തമസ്കരിക്കും, അത് തമസ്കരിച്ചില്ല. അതിൻ്റെ എല്ലാ രേഖകളും സഹിതം തന്നെ എങ്ങനെയാണ് ആ നിയമനം കിട്ടിയത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞപ്പോൾ സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്നൊരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. പലപ്പോഴും അങ്ങനെ വരാം. എന്നാൽ നല്ല രീതിയിൽ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉത്സാഹിക്കുന്നവരുമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. അത് മറച്ചു വെക്കുന്നില്ല. കാര്യങ്ങൾ ജനങ്ങൾ അറിയണമല്ലോ. അങ്ങനെ അറിയിക്കാനുള്ള നല്ല എന്താ പറയേണ്ടത്, ഒരു നല്ല പ്രതികരണ ശേഷിയോടുകൂടി അറിയിക്കുന്ന ഏർപ്പാടുമുണ്ട്. മറ്റതല്പം കച്ചവട രീതി വരികയാണ്. അത് നമ്മുടെ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള, ഞങ്ങളെല്ലാം പറയുമ്പോൾ ഒരു മുതലാളിത്ത സമൂഹത്തിൻ്റെ സ്വാഭാവിക പ്രതികരണമായി മാധ്യമങ്ങളും എഴുത്തുമെല്ലാം അങ്ങനെ മാറിയേക്കാം. അപ്പോൾ അതിനെ നമ്മൾ വിശകലനം ചെയ്യുക, വിമർശിക്കേണ്ടതിനെ വിമർശിക്കുക, മുന്നോട്ട് പോവുക എന്നത് മാത്രമേ നമുക്ക് കരണീയമായിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും കൈരളിയെക്കുറിച്ച് പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ ചായ്വുള്ള ചാനലാണെന്ന് പറയും. ഇടതുപക്ഷ മനോഭാവമാണ്, അതിനൊന്നും യാതൊരു തർക്കവുമില്ല. അങ്ങനെ വരുമ്പോൾ അതൊരു പ്രത്യേക രാഷ്ട്രീയ ചായ്വുണ്ടെന്ന് പറഞ്ഞ് പലപ്പോഴും പലരും മാറ്റി നിർത്തും. എന്നാൽ നിഷ്പക്ഷമാണെന്ന് പറയുന്ന ചാനലുകൾക്കെല്ലാം നല്ല രാഷ്ട്രീയമുണ്ട് താനും. പുസ്തക ചർച്ചയിൽ CK സ്മിത, T ഹരിദാസൻ, അനീഷ് പാതിരിയാട്, അന്വയ രാജേന്ദ്രൻ, ധ്രുവ N വിനീഷ്, N സിറാജുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. സിജു കണ്ണൻ മറുമൊഴി പ്രസംഗം നടത്തി. P ദിനേശൻ സ്വാഗതവും ബബിഷ ബാബു നന്ദിയും പറഞ്ഞു.